ഇന്ത്യയെ സാങ്കേതിക മേഖലയിൽ പുതുമകളിലേക്ക് നയിച്ച മഹാനായ വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന കഠിനാധ്വാനം, നിഷ്കളങ്കം, സ്വപ്നം കാണാനുള്ള കഴിവ് എന്നിവ കൊണ്ട് ലോകത്തെ പ്രചോദിപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതയാത്ര നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹത്തിന്റെ ജനനം, അതിജീവിച്ച വഴികൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ, രാഷ്ട്രപതിയായ അദ്ദേഹത്തിന്റെ സേവനം ഇവയെല്ലാം നമ്മെ അമൂല്യമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള ഒരു ചെറിയ മത്സ്യവ്യാപാര കുടുംബത്തിൽ ജനിച്ച അബ്ദുൽ കലാം ബാല്യം മുതൽ പുസ്തകങ്ങളോടും പഠനത്തിനോടും വലിയ താല്പര്യം പുലർത്തി. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മത്സ്യവ്യാപാരിയായിരുന്നെങ്കിലും കലാം കുടുംബം വളരെ സാധാരണ ജീവിതം നയിച്ചു. വിദ്യാഭ്യാസം തുടരുന്നതിനിടയിൽ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാൻ സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആകാൻ ആഗ്രഹിച്ചെങ്കിലും വിജയിച്ചില്ല. പക്ഷേ കലാം ഒരിക്കലും നിരാശനായി പിന്തിരിഞ്ഞില്ല. പരാജയങ്ങൾ പുതിയ അവസരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ വാചകം വളരെ പ്രസക്തമാണ്: പരാജയങ്ങൾ നിങ്ങൾക്ക് പുതിയ വിജയങ്ങൾ നൽകും. അദ്ദേഹത്തിന്റെ പ്രഥമ വളർച്ച ISROയിലായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടികളിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. 1980 ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ രോഹിണി വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിലെ പുതിയ അധ്യായം തുറന്നുവച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത വലിയ സംഭാവന ഇന്ത്യയുടെ മിസൈൽ വികസനത്തിലാണ്. പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈലുകളുടെ വിജയകരമായ വിക്ഷേപണം അദ്ദേഹം നയിച്ചു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ വളരെയധികം വർദ്ധിപ്പിച്ചു. 2022 ഡോക്ടർ കലാം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാന സന്ദർഭമാണ്. അദ്ദേഹത്തിന്റെ സേവനകാലം ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടു. വിദ്യാർത്ഥികളുമായി അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയും രാജ്യത്തിന്റെ വളർച്ചയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം വിദ്യാർത്ഥികൾക്കും യുവജനതയ്ക്കും ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകി. സ്വപ്നം കാണുക, അതിനെ സാക്ഷാത്കരിക്കുക എന്ന സന്ദേശം അദ്ദേഹം എല്ലായിടത്തും നൽകിയിരുന്നു. ഡോക്ടർ കലാമിന്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ എളിയ തുടക്കം മുതൽ മഹത്തായ നേട്ടങ്ങൾ വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ വിവരിക്കുന്ന പ്രചോദനാത്മകമായ ഒരു പുസ്തകമാണ്. സ്വപ്നങ്ങൾ, കഠിനാധ്വാനം, അർപ്പണബോധം എന്നിവ ഒരു സാധാരണക്കാരനെ എങ്ങനെ അസാധാരണക്കാരനായ ഒരാളാക്കി മാറ്റും എന്നതിന്റെ സാക്ഷ്യമാണ് ഈ പുസ്തകം. വലിയ സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾക്ക് പിന്തുണയായി കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം നമ്മെ പ്രചോദിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണികളിലൊന്ന് ഇതായിരുന്നു: ജീവിതത്തിൽ ഒരിക്കലും നിർത്തരുത്, നിങ്ങൾ വീണാൽ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ടു പോവുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇപ്പോഴും പ്രചോദനമായി തുടരുന്നു. 2015 അദ്ദേഹം നമ്മെ വിട്ടുപോയി. എങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഡോക്ടർ അബ്ദുൽ കലാം ജനങ്ങളുടെ മനസ്സിൽ എന്നും ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡോക്ടർ കലാമിന്റെ ജീവിതം സത്യസന്ധതയും കഠിനാധ്വാനവും നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യവും ഉൾക്കൊള്ളാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഒരു സ്വപ്നവും നേടിയെടുക്കാൻ കഴിയാത്തത്ര വലുതല്ലെന്ന് അത്തരം മഹത്തായ വ്യക്തികളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈഫ് സ്റ്റോറി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ രസകരമായ കഥകൾ ഉടൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് നൽകാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. തൽക്കാലം വിട പറയുന്നു.